ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് കിട്ടിയിരുന്ന മീനൊക്കെ നോക്കാം, വിലയെന്ന് നോക്കാം. ഇച്ചിരി കൂടുതൽ ഐറ്റംസ് ഉണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, ഒരു കമൻറ്റ് തരിക, ഷെയർ ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്കിന്ന് ചെറിയ ചൂര കിട്ടിയിട്ടുണ്ട്. കുട്ടിച്ചൂര എന്ന് പറയും, കുടുത എന്നും പറയുന്ന മീന്. കിലോ 100 രൂപ വിലയുള്ളൂ. 1 കിലോ 100 രൂപയ്ക്ക് കൊടുക്കാം. ഒരു 3-4 എണ്ണമൊക്കെ 1 കിലോ ടൈപ്പ് വരും. നല്ല ഫ്രഷ് മീനാണ് കിട്ടിയേക്കുന്നത്. അടിപൊളി മീനാണ്. നല്ല ചെറിയ ചൂര, കുട്ടിച്ചൂര. അടുത്തായിട്ട് തോവാരവറ്റ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വറ്റപ്പാര എന്ന് പറയും, തോവാരവറ്റ എന്ന് പറയും. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉള്ള മീനാണ്. വലിയ ടേസ്റ്റ് ഇല്ല, എന്നാലും അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉള്ള മീനാണ്. അയലയാണ് ഇതിനേക്കാളും ടേസ്റ്റുള്ള മീൻ. അയലയുടെ ഒക്കെ അതുപോലെ തന്നെ ഇരിക്കുന്ന മീനാണ് ഇത്. ഇതിൻ്റെ വാലയിലൊരു അരവുള്ളതുകൊണ്ട് കട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ്. മുരുത്ത് പോലെ ഉണ്ട്, അതുകൊണ്ട് കട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ്. കൂടുതലും തൊലി പൊളിച്ച് വേണം ഈ മീനെ എടുക്കാനായിട്ട്. നല്ല ഫ്രഷ് മീനാണ് കിട്ടിയേക്കുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള കിളിമീൻ കിട്ടിയിട്ടുണ്ട്. വിലക്കുറവുണ്ട്. കിലോ 100 രൂപ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് കിളിമീനാണ്. നല്ല ഫ്രഷ് കിളിമീനുമാണ്. നല്ല കളറുണ്ട്. നല്ല സൂപ്പർ കിളിമീൻ കിട്ടിയിട്ടുണ്ട്. കിലോ 100 രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ അടുത്ത ഐറ്റം അയല കിട്ടിയിട്ടുണ്ട്. വലുപ്പമുള്ള അയലയാണ്. ഇതിന് 100 രൂപ വിലയേ ഉള്ളൂ. ഇന്ന് ഇച്ചിരി വിലക്കുറവുണ്ട് മീനെല്ലാം. മീനുണ്ടായിരുന്നു, അതുകൊണ്ട് ന്യായമായിട്ട് വില കുറവുണ്ട്. 100 രൂപ വിലയ്ക്ക് അയലയും കൊടുക്കാം. നല്ല ഫ്രഷ് അയല. നമുക്കിന്ന് അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് കായൽ ചെമ്മീനാണ്. നല്ല വെള്ള ചെമ്മീനാണിത്. നല്ല ടേസ്റ്റുള്ള ചെമ്മീനാണ്. കിലോയ്ക്ക് 250 രൂപ ആണ് വരുന്നത്. നല്ല വേസ്റ്റ് കുറഞ്ഞ ചെമ്മീനാണ്. നല്ല വൈറ്റായിട്ടുള്ള ചെമ്മീനാണ്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചെമ്മീനാണ്. പിന്നെ നമുക്ക് നത്തോലി മീൻ കിട്ടിയിട്ടുണ്ട്. വെള്ള നത്തോലിയാണ്. അത്യാവശ്യം വലുപ്പമുണ്ട്. വലിയ വിലയില്ല. 100 രൂപ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള നത്തോലിയാണ്. നല്ല ഫ്രഷ് നത്തോലി, വെള്ള നത്തോലി ആണ് കിട്ടിയത്. സൂപ്പർ നത്തോലി. നമുക്ക് 2 കിലോ 2.5 കിലോ ടൈപ്പ് വരുന്ന നന്മീൻ കിട്ടിയിട്ടുണ്ട്. വിലക്കുറവുണ്ട്. 1 കിലോ 350 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നല്ല ഫ്രഷ് നന്മീനാണ് കിട്ടിയിരിക്കുന്നത്. സൂപ്പർ നന്മീൻ. ചെകളൊക്കെ കണ്ടു നല്ല വൃത്തിയുള്ള മീനാണ്. ചെമ്പരത്തി പോലെ ഇരിക്കുന്ന ചെകളയാണ്. കിലോ 350 രൂപ കേട്ടോ. നല്ല ഫ്രഷ് നന്മീനാണ് കൊടുക്കുന്നത്. അത്യാവശ്യം തൂക്കമുണ്ട്. ന്യായമായിട്ട് തൂക്കമുള്ള നന്മ കേട്ടോ. നമുക്ക് റോക്കറ്റ് മോത അല്ലെങ്കിൽ പപ്പൻസ് എന്നൊക്കെ പറയുന്ന മീൻ കിട്ടിയിട്ടുണ്ട്. പുള്ളിമോത എന്നാണ് ഇവിടെ കൂടുതൽ അറിയപ്പെടുന്നത്. നല്ല മീനാണ്. അത്യാവശ്യം പീസായിട്ട് എടുക്കാൻ പറ്റുന്ന മീനാണ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇച്ചിരി വലുപ്പമുള്ള മീനാണ്. 10-15 കിലോയോളം തൂക്കം വരുന്ന മീനാണ് ഒരെണ്ണം. അപ്പോൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അത്യാവശ്യം നല്ല വൈറ്റ് മീറ്റുള്ള മീനാണ്. നല്ല ടേസ്റ്റും ഒക്കെ ഉള്ള മീനാണ്. കുഴപ്പമില്ല. ഓവർ ടേസ്റ്റൊന്നുമില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഏകദേശം ചൂരേക്കാട്ടിലും ഒക്കെ നല്ല മീനാണ്. 1 കിലോ പീസ് ഒരു 250 രൂപയ്ക്ക് കൊടുക്കാവുന്ന ടൈപ്പുള്ള മീനാണ്. വലുപ്പമുള്ള എടുക്കുകയാണെങ്കിൽ കഷ്ണമായിട്ട് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ കൂടുതലും ഒരു 3-4 കിലോ ഒക്കെ ഉള്ള ഒരെണ്ണമായിട്ട് മേടിക്കുന്ന ആൾക്കാർക്ക് ലാഭം. എന്താണെന്ന് വെച്ചാൽ അതിനുള്ള പ്രയോജനം കിട്ടും. വലിയ വിലയാകത്തില്ല. ഇഷ്ടംപോലെ കഷ്ണം പീസായിട്ട് മീനും കിട്ടും. നല്ല ഫ്രഷ് സാധനമാണ്. പനിഞ്ഞിലുണ്ട്, മുട്ടയുണ്ട് ഇതിനകത്ത്. പനിഞ്ഞിൽ ഫ്രൈ ചെയ്ത് അടിപൊളി സാധനം. നല്ല വൈറ്റ് മീറ്റുമായിട്ട് നല്ല സൂപ്പർ മീനാണ്. നഷ്ടമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇതൊരു 250 രൂപയ്ക്കൊക്കെ പീസ് കൊടുക്കാൻ പറ്റും. ആൾക്കാർക്കും സുഖമാണ്. മേടിച്ചാലും കറി വെക്കാനും ഒക്കെയാണ്, ഫ്രൈ ചെയ്യാനും. ഏറ്റവും കൂടുതൽ അച്ചാറിടാൻ ആൾക്കാർ മേടിക്കുന്ന മീൻ ഇതാണ്.
ഇപ്പോൾ നമ്മുടെ പുള്ളിമോത അല്ലെങ്കിൽ റോക്കറ്റ് മോത വെട്ടി പീസാക്കി എടുത്തു എല്ലാം. കുറച്ചുകൂടെ ഉണ്ട്, ഇനി കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം വെട്ടി എടുക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, ഷെയർ തരിക, കമൻറ്റ് തരിക, കൂടാതെ ബെൽ ബട്ടണും കൂടെ അമർത്തുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ. വീണ്ടും കാണാം.